ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നേരെ തമിഴ്നാട് പോവുകയാണ്. ഇപ്പം മറ്റേ സൂര്യകാന്തിയൊക്കെ പൂത്ത് കിടക്കുമല്ലേ, ഇപ്പം റീല് ഫുള്ള് സൂര്യകാന്തി തോട്ടം, ചെമ്പന്തി തോട്ടം, പൂക്കളാണ് മൊത്തം ഇല്ലേ. ഇതേ ഓണത്തിന് മേടിച്ചത് ഇതുവരെ ഉടുത്തില്ല, അപ്പൊ പിന്നെ എന്തെങ്കിലും ഉടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ട്, പക്ഷെ ഇപ്പം ഉടുക്കാനായിട്ടുള്ള ഒരു ഇതില്ല. സാരികൾ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഉടുക്കാൻ തുടങ്ങുമ്പോഴേ അച്ഛൻ പറയും കച്ചിത്തൂറ് ചുറ്റൊക്കെ തുടങ്ങി. അമ്മ കുറെ നേരം എടുത്തു കേട്ടാ. ആര് പറഞ്ഞേ, ഏതാണ്ട് ഒരു മണിക്കൂർ അടുപ്പിച്ചെടുത്ത അമ്മ ഇതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിട്ട്. പുതിയ സാരി കൊണ്ട് ഞൂറ് പിടിക്കുന്ന അച്ഛൻ കുളിച്ചിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഈ ഞൂറ് ഒന്ന് പിടിച്ചേരെ. എന്തായാലും കേസ് ഇറങ്ങാം. ഒത്തു കുഴപ്പമില്ല. മാല കെട്ടിയാ കിട്ടാ, അത് താലി തേഞ്ഞ്. എന്റെ ഇതേ നമ്പറുള്ള ഏതോ ഒരു വണ്ടി ഉണ്ട് കേട്ടാ. 2-3 പേര് എൻ്റെ അടുത്ത് പറയുന്നത് നീയാണ് അതുവഴി പോയത്. ചടയമംഗലത്തെ സെയിം ഒരു വണ്ടി ഉണ്ട് ഇപ്പോൾ. എനിക്കൊന്ന് 369 ആണെന്ന് തോന്നുന്നു. നമ്പർ ഏകദേശം സെയിം ആയതുകൊണ്ട് ഇപ്പൊ അവ എവിടെ പോയാലും എന്റെ പേരാ. ഓക്കെ, ലെറ്റ്സ് ഗോ. അച്ഛനും മുണ്ടായില്ലേ? ഞാനുണ്ട്. ഓ, ഞാൻ മാത്രം പാന്റ്, അമ്മ സാരി. അമ്മ 6 മണിക്ക് തുടങ്ങിയത്. 6 വന്നിട്ട് മണിക്ക് തുടങ്ങിയ. 6 മണിക്ക് തുടങ്ങി. എന്നിട്ട് ആരെയും ഉറങ്ങാൻ സമ്മതിച്ചില്ല, വിളിച്ചങ്ങ് ഉണർത്തായിരുന്നു. സാരി കൊടുത്താൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ചു നേരം എണീറ്റ് കേട്ടോ. ഞാൻ കുളിച്ചൊന്നുമില്ല. അച്ഛൻ കുളിച്ചാ രാവിലെ? ഞാൻ കുളിച്ചു. കുളിച്ച് കാപ്പി ഉണ്ടാക്കി. എനിക്ക് പണ്ട് ഈ രാവിലെ എണീറ്റ് കുളിക്കുന്ന കാര്യം ഒരു ഇച്ചിരി അമ്മച്ചി ഫ്രണ്ടിലോട്ട് പിടിച്ചമ്മ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നേരെ പോകുന്നത് സുന്ദരപാണ്ഡിപുരത്തിലേക്കാണ്. സുന്ദരപാണ്ഡിപുരം അതായത് അന്യംപാറന്റെ അടുത്ത. അച്ഛൻ അന്യംപാറ പോയിട്ടുണ്ട്? ഇല്ലല്ലേ, ഞാനും പോയിട്ടില്ല. ആ സൈഡൊന്നും ഞാനും പോയിട്ടില്ല. സിനിമ പറയുന്ന പേരായത്. അതിനു മുമ്പ് അങ്ങനൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അതൊരു 3-4 പാറയിൽ മറ്റേ MGRന്റെയും പിന്നെ രജനീകാന്തിന്റെ ഒക്കെ പടം വരച്ചിട്ടുണ്ട്. ആ സിനിമയിൽ അങ്ങനെ ഒരു സീനില്ലേ, അവര് വരച്ചാണ്. അതിപ്പം ഇടയ്ക്കിടയ്ക്ക് പാട്ടല്ലേ. രണ്ടൊക്കെ മഴയോ ഇന്ന് മഴയുണ്ടേ. ഇവര് സാരി ഉടുത്തപ്പോഴേ അറിയരുത് മഴയാന്ന്. ഞാൻ രാവിലെ വിചാരിച്ചതാ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ സാരി എടുത്ത് വെച്ച് വൈകുന്നേരം തൊട്ട് മഴ പെയ്തു തുടങ്ങി. പിന്നെ നമ്മള് 3 പേരേ ഉള്ളു. ഞാൻ ശ്രീധുനെ വിളിച്ചാലും ശ്രീധു ഇല്ല, അനു ഇല്ല. അനു പഠിക്കാനൊക്കെ പോയി തുടങ്ങി. എടേ ഇവിടെ എല്ലായിടത്തും പൂ പിടിച്ചിടേ. ഓണം അടുപ്പിച്ചായോണ്ട് ഇപ്പൊ സമയം 11:30 ആയിട്ടുണ്ട്. നമുക്കൊരു ഉച്ച ഒക്കെ ആകുമ്പോഴത്തേന്, അതായത് ഉച്ച ഫുഡ് ലഞ്ചിന്റെ സമയം ആകുമ്പോഴത്തേന് തമിഴ്നാട് കയറണം കേട്ടാ. ബോർഡർ ബിരിയാണിയൊക്കെ തിന്നാം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും തിന്നണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല, തീർന്നു പോയായിരുന്നു. കറക്റ്റ് ഉച്ച സമയം നോക്കി ഞാൻ ഇറങ്ങി കേട്ടോ. മെയിൻ ഇപ്പോഴത്തെ ഉദ്ദേശം തിന്നണം. എനിക്ക് അവിടുത്തെ ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്തെങ്കിലും മേടിച്ച് തിന്നണം. ഇപ്പൊ ഫുള്ള് പൂവിന്റെ സീസണ്. മറ്റേ നീലക്കുറിഞ്ഞി 12 വർഷമാണോ 6 വർഷമാണോ? 12 വർഷം തോന്നുന്നല്ലേ? ആണ് 12 വർഷത്തിലെങ്ങാണ്ട് പോകുന്ന നീലക്കുറിഞ്ഞി. പക്ഷെ അത് അവിടെ പോയി ആൾക്കാർ മൊത്തം അത് വീട്ടിൽ പറിച്ചോണ്ട് പോവാ. എല്ലാരും പറിച്ചോണ്ട് ആസ്വദിച്ച് കണ്ടാ പോരെ, എല്ലാം പറിച്ചോണ്ട് പോവാ. അത് അവിടെ നിക്കുന്നത് കാണാനാണല്ലോ ഭംഗി. ഇത് വീട്ടിൽ കൊണ്ടുവച്ചാ ഇല്ല കോളാമ്പി പൂയിരിക്കുന്ന കണക്ക് ഇരിക്കും. അതെല്ലാം പറിച്ചോണ്ട് വെച്ചാ വരുന്നവരെല്ലാം കയ്യില് 2 പിടി നീലക്കുറിഞ്ഞി ഇത് പറിച്ചോണ്ടാണ് വീട്ടിൽ പോണത്. മറ്റേ ആമ്പലും പൂത്ത് കിടക്കുന്നു. എല്ലാം പൂത്ത് കേട്ടാ. നമ്മളെ ആമ്പലും കണ്ടിട്ടില്ലേ അല്ലേ? ഓണം അടുപ്പിച്ച് എല്ലാം പൂക്കും. സകലമാന പൂക്കളും പൂക്കും. പക്ഷെ ഈ സമയത്തെ കൊടൈക്കനാൽ പോയ സൂപ്പർ ആയിരിക്കും. പൂവെല്ലാം പൂത്ത് കിടക്കുമായിരിക്കും അവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പൊ ഈ സമയത്ത് പൂവാണ് കാട്ടി കിടക്കുന്നത് വരെ നല്ല പൂക്കളാ. അത് എല്ലാവരും പിടിക്കുകയും ചെയ്യും, നല്ല രസമാണ്. കാട്ടി കിടക്കുന്ന സാധനമൊക്കെ നമ്മളിവിടെയൊക്കെ ഭയങ്കര വില. അതുകൊണ്ട് ദൈവം നീലക്കുറിഞ്ഞി കാണാൻ പോകുന്നവര് അത് പറിച്ചോണ്ട് പോകല്ലേ കേട്ടാ. അവിടെ നിൽക്കുന്നതാണ് ഒരു പൂവും പറിച്ചോണ്ട് പോയിട്ട് നമ്മള് പറിക്കുന്നില്ല. അത് നിൽക്കുന്നതിനൊക്കെ ഇടാൻ വേണ്ടി കടയിൽ നിന്ന് മേടിക്കുക. ആ സമയത്ത് കട നല്ലത് കാണാൻ ഭംഗിയുള്ള മെയിൻ ആയിട്ടുള്ള അത് ഈ അപൂർവ സാധനങ്ങളൊക്കെ ഈ 12 വർഷത്തിലൊക്കെ ഇതൊക്കെ പറിച്ചോണ്ട് പോയാൽ കുഴപ്പമില്ല. ഇതൊക്കെ എപ്പോഴും ഒക്കെ പൂക്കും. നീലക്കുറിഞ്ഞൊക്കെ ഈ 12 വർഷത്തിൽ ഒരിക്കലും വരുന്ന അത് വരുന്നവരെല്ലാരും പറിച്ചുകൊണ്ട് പോയാൽ പിന്നെ ചെല്ലുന്നവർക്ക് ഒരു ഭംഗിയാണ് ഇതിലെ കാണാൻ. അത് പറിക്കരുത് പറഞ്ഞ എല്ലാരും വരുന്നവര് മൊത്തം 2 പിടി നീലക്കുറിഞ്ഞി കൊണ്ടുവന്ന് 3-4 ദിവസം കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കും. അതെ, കാണാനായിരിക്കും. കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചായിരിക്കും വലിയ വാടി പോകൂല. എന്നാ ഒരു പൂ 2 പൂ ഇങ്ങനെ പറിച്ചോണ്ട് പോയത് ഇത് പുഴുത് വിത്ത് വേര്
വീട്ടിൽ കൊണ്ടുവച്ച് 12 വർഷത്തിൽ കാണാൻ ഇനി ഇടയ്ക്ക് പോണ്ട. മനസ്സിലായോ? ഇപ്പൊ എന്ന് പറഞ്ഞാ ഇപ്പൊ ദൂരിൽ നിന്നൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്ന. അപ്പൊ ഇത് 12 വർഷത്തിൽ പൂക്കില്ല. അപ്പൊ ചെടിയോടെ പൊഴുതുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുവച്ചാ 12 വർഷം കഴിയുമ്പോ വീട്ടിൽ ഇരുന്ന് കാണാം. മനസ്സിലായോ? പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഒരു മൂട് കൊണ്ടുവയ്ക്കുന്നത് ഒത്തിരി മൂട് വയ്ക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഒത്തിരി മൂട് വയ്ക്കുന്നതാണ് നമുക്ക് ഭംഗി കാണാൻ. ഒത്തിരി മൂട് കാണും. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് 6-7 പേരായിരിക്കും പോണ. അപ്പൊ ഓരോരുത്തർ വെച്ച് പറഞ്ഞാല് വലിയൊരു മൂടായി ആണയും. അതാ പ്രശ്നം. വെയിലടിച്ചു കഴിഞ്ഞാൽ അമ്പലം കാണാനും അത് വെളുപ്പിനെ പോണം അല്ലേ? അല്ല കൈ വെച്ചിങ്ങനെ ഞെരടി അത് തുറന്നു വരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അങ്ങ് എത്തിയിട്ട് വരാം കേട്ടോ. நண்பர்களே குழந்தைகளே நாம் அப்படி செங்கோட்டை எத்தி சேர்ந்தாச்சு. நம்மளுக்கு இனியும் ரொம்ப தூரம் போக வேண்டிய இருக்கு. ஆமாம், എൻ്റെ തമിഴ് കേട്ടിട്ടാണ് ചിരിക്കുന്നത്. തമിഴ് കത്തിക്കിട്ട് ഇരിക്കേ. ஓகே கைஸ், நம்ம ரஹ்மத் ஹோட்டல் வந்தாச்சு. பக்கா டைமில் எத்தியாச்சு. ஆமாம், இல்லை கரெக்ட் டைமு தான் வந்தாச்சு. நல்லா സൂട് ബിരിയാണി സാപ്പിടല. അതുകൊണ്ട് ഇവിടെ പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഒരു വൃത്തിയില്ലല്ലേ ഇവർക്ക്. സമയമില്ല, അതാണ്. അവിടെയും പൊറോട്ട അടിക്കുന്നുണ്ട്, ഇവിടെയും പൊറോട്ട ഉണ്ട് കേട്ടോ. എപ്പോൾ വന്നാലും, ഉച്ചയ്ക്ക് വന്നാലും, രാവിലെ വന്നാലും, വൈകുന്നേരം വന്നാലും എപ്പോഴും പൊറോട്ട വേണം. എനിക്കും കൂടെ കുറച്ച് വെള്ളം കുടയും. പോതും. ഓ മൊത്തം കൂരി കഴിച്ച്. ഇല കീറി. ഇല കഴുകി കീറി. 3 ചിക്കൻ ബിരിയാണി. சே இன்னைக்கு அவ்வளோ திறக்கில்லை. நாம அந்த வாட்டி வந்தப்பഴേ ഭയങ്കര തിരക്ക് ഇരുന്നടിച്ച്. ആ സാന്ദ്ര സമയത്തിൽ വന്നാ இப்போ வந்து மத்தியான சமயத்தில் பிரியாணி சாப்பிட்றதுக்கு ரொம்ப பேர் வருது. വൈകുന്നേരത്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊറോട്ടയും അതും കഴിക്കാം. ഇപ്പം ചിക്കൻ ബിരിയാണി പറഞ്ഞ കേട്ടോ. അന്നൊരു വട്ടം വന്നപ്പോഴത്തേ എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്ത് കിട്ടത്തില്ലല്ലോ, അന്ന് കഴിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ കൊതി വരും, നല്ല മണം. ഇന്നലെ ഒന്ന് പറഞ്ഞിട്ടാണ് കൊച്ചു വന്നത്. നമുക്ക് ആ സമയം ഞാൻ പറഞ്ഞു രാവിലെ അമ്മ പോവാം. കൊച്ചു വേണ്ട, നമുക്ക് രാവിലെ പോകണ്ട, ആ ഉച്ച സമയത്ത് പോയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, പൂവല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. വില പോട്ടിട്ട് കുറേ നേരമായി കേട്ടോ. ഇതുവരെ ബിരിയാണി ഒന്നുമില്ല. ഇത് കണ്ട് ഇവരെ കുപ്പി ഉണ്ടാവുക വെള്ളത്തിൽ. വെൽവിഷർ കുപ്പിവെള്ളം. കൊച്ചിൻ്റെ പടമൊക്കെ ഉണ്ട്. മറ്റേ പാർലേജിക്കകത്തില്ലേ ഒരു കുഞ്ഞിൻ്റെ പടം, പാർലേജി ബിസ്ക്കറ്റിൽ കൊച്ചിൻ്റെ പടം, അതാണ്. ഇല്ല, ഇവിടെ കുറേ നേരം ഇരിക്കാനും പറ്റൂല. ഒന്നാമത്തെ വിശപ്പുണ്ട്, അതിൻ്റെ കൂടെ ഈ മണവും. ബിരിയാണി എത്തി. ചിക്കൻ ബിരിയാണിക്ക് ഇരിക്കുന്നുണ്ടോ ഇവിടെ തട്ട്. അച്ഛന് കാലല്ലേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതുകൊണ്ടൊക്കെ കൊച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിക്കാം. ലെഗ് കണ്ടോ, നാടൻ കോഴി കേട്ടോ, അതാണ് ഇത്ര ടേസ്റ്റ്. പെറോട്ടയുടെ ഒക്കെ കൂടെ തരുന്ന ആ ചിക്കൻ കേട്ടോ. ഇതിനകത്ത് ചിക്കനുണ്ട്, റൈസിൽ ചിക്കനുണ്ട്. ഇതിന്റെ റെസിപ്പി ഇട്ടിരുന്ന ഉണ്ടാക്കി വെക്കായിരുന്നു. ചിക്കനൊക്കെ സോഫ്റ്റ്. മെയിനായിട്ട് ഇവരെ കുരുമുളകാണ് ഇടുന്നത്.
നല്ല തിരക്കൊണ്ടോട്ടെ, പാളായി. അത്യാവശ്യം നല്ല എരിയുണ്ടല്ലേ. ഓക്കെ കഴിച്ചിട്ട് വരാവേ. ഇവര് ഫുള്ള് വിറവിലാട്ടോ കുക്ക് ചെയ്യുന്ന, അതുകൊണ്ട് ശരിക്കിന് വിറക് ആവശ്യമായിട്ട് വരും. പുളിയാണെന്ന് തോന്നുന്നില്ലേ ചാ? ഇത് മുള്ളു തൂറാനാ? തൂറല്ല, മുള്ളു കാടില്ലേ. അച്ഛൻ മുള്ളിൽ പോയി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം നോവും. എന്തൊരു പറഞ്ഞാലും അടിപൊളി ബിരിയാണി തന്നെ. ആ ചിക്കൻ ഉണ്ടല്ലോ, ഇവര് ആ ചിക്കൻ എങ്ങനെ കുക്ക് ചെയ്യുന്നത് എന്തോടെ എനിക്കറിയാൻ വയ്യ. ആ ചിക്കൻ അത് എണ്ണയിലിട്ട് ഫ്രൈ ഒന്നും അല്ല, അത് വേറെന്തോ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ബിരിയാണി കൂടെ കിട്ടിയത് ഞാൻ തിന്നേനെ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു, തൃപ്തി, സമാധാനം. ശരി, പോയിട്ട് വരല. ഓക്കെ ഗൈസ്, ഇനി നേരെ സുന്ദരപാണ്ഡിപുരം. അല്ല, ആദ്യം അന്യംപാറ, അവിടുന്ന് സുന്ദരപാണ്ഡിപുരം. അന്യംപാറ ഇനി മാപ്പ് ഇടാൻ കേട്ടാ. ഇനി നമുക്ക് വഴി അറിഞ്ഞുകൂടാം. ഇതിന്റെ സംഭവം കഴിഞ്ഞു. ഫസ്റ്റ് പോണത് അന്യംപാറ. ഇവിടുന്ന് ഒരു 23 മിനിറ്റ്, 7 കിലോമീറ്റർ അടുപ്പിച്ച്. രണ്ടും ഒരേ റൂട്ടാണ്. ആ ഇപ്പൊ ഇങ്ക ഇത് വിളവ് ഇട്ട് തീർക്കല്ലേ? അതേണ്ട അല്ല, പാടത്തിലെ കൃഷിയെല്ലാം അവര് പോട്ടിട്ട് ഇருக்கு. അതുകൊണ്ട് കണ്ടം പൂട്ടറ വിഷയനെല്ലാം കിടക്കുത്. ആമാ ഇവങ്ക ഇപ്പം ഇത് കൊയ്ത് അരി എടുത്താച്ച്, വിതച്ച്. ഇനി ഇവങ്ക ഇത് போட்டு இருக்கு இல்ல, இப்ப போட்டுட்டே இருக்கு. விதை முடிச்சிட்டு உழுதுட்டு இருக்கு. உழுதல்ல உழுது இட்டு இருக்கு. എന്നത്താ சொல்வார்களோ അയ്യടേങ്കപ്പാ. അല്ല, ഇപ്പൊ അവര് അരിയെല്ലാം കൊയ്തെടുത്തില്ലേ? അരിയല്ലേ, അരിസിയ കൊയ്ത് இந்த കേരളത്തിലെ போட்டேன். നമ്മള് അരി எல்லாமே சாப்பிட்டேன். இந்த தமிழ்நாட்டுல അതാണ് നമ്മളെ അരിസി എല്ലാം തിന്ന് പോട്ട്. ഒരു അപ്പുറത്തിരുന്ന അണ്ണന്റെ ഗ്ലാസ്സിൽ എന്തെങ്കിലും എടുത്ത് കുടിച്ചേട്ടാ. അതായത് പൈൻ്റെ കോട്ടറാണ്ട് ഒഴിച്ചു വെച്ചിരുന്നതാ. അപ്പൊ നമ്മുടെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള അരി ഇപ്പൊ ഇവര് കയറ്റി വിട്ടായിരിക്കും. അതൊരിക്കും ഒന്നും ഇല്ലാത്തല്ലേ? അതാണ് ഞാൻ പറഞ്ഞേ, ഇത് കേരളത്തിലെ അരി, ഇവിടുത്തെ അരിസി എല്ലാമേ കേരളത്തിലെ പോട്ടെ. ഓക്കെ. അച്ഛാ, ആട്ടുകൂട്ടങ്ങൾ, ആട്ടിടയൻ ഓരോന്ന് പൊങ്ങിയതാ, പരസ്പരം കുത്തായി ഒരു മുഴം പൊങ്ങി. നല്ല നീളമുള്ള ആട് കണ്ട. ചേച്ചിയാരെ കണ്ട, തലേ പൂവൊക്കെ വെച്ച് പോന്നുണ്ട്. ഹെൽമെറ്റ് ഇല്ല, പക്ഷെ തലേ പൂവുണ്ട്. ഒരു അമ്പലം കണ്ട, തെങ്കാശി അമ്പലം. ആ സിഗ്നലും ഒക്കെയാണ് കാറ്റത്ത് ആടുന്നത്. കുറച്ചിഞ്ഞ് ഉള്ളിലോട്ട് വരണം കേട്ടാ. ചെറിയ സ്ഥലം. ഓല മടഞ്ഞു വെച്ചേക്കുന്ന അതൊക്കെ ഇപ്പോഴും ഇവിടൊക്കെ ഇപ്പോഴും ഓലൊക്കെ വീടുകളുണ്ടല്ലേ. അതുകൊണ്ട് അത് ഓലയൊക്കെ കൊണ്ടുപോകണം. വീട്ടിൽ ഇരിക്കൂല അവര്. ഒരു നല്ല കുടുംബമുള്ള രാത്രി അവര് സിനിമ ആണെന്നെങ്കിലും ജോലി ചെയ്തോണ്ടാണ്. കാര്യം വീട് തീർപ്പ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഓലയൊക്കെ മെടഞ്ഞ് കൊടുക്കാനൊക്കെ വെച്ചേക്കുന്നുണ്ട്. പഴയ ഗ്രാമങ്ങളൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ തമിഴ്നാട് ഇങ്ങോട്ട് വന്നാലേ പറ്റും. പഴയ ജീവിതങ്ങള്, പഴയ രീതികള്, കാര്യങ്ങള്. റോഡിന്റെ അടുക്കൂടെ ഒക്കെ പോകുന്നുണ്ട്. പഴയ ഇതാണ്. അത് നമ്മളവിടെ ഉണ്ട് കേട്ടോ, റോഡിന്റെ അടുക്കൂടെ. പിന്നെ റെഡക്ക ഇതാണ് അന്യംപാറ കേട്ടോ. അതുകൊണ്ട് പടമൊക്കെ അടിച്ചു വെച്ചേക്കുന്നു. നല്ല കിടില ലൊക്കേഷൻ അല്ലേ? ചുറ്റും വയലടേ, സെറ്റ്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടണമായിരിക്കും. വണ്ടി ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ സ്കാം ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞൊങ്ങുമായിട്ട്. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇവിടെ ആരും ഇല്ലല്ലേ? അങ്ങനെ ടിക്കറ്റ് സംഭവമൊന്നുമില്ല. ആർക്കും വരാം, ഫ്രീ ആയിട്ട് വരാം. കൊട്ട വെയില് കേട്ടോ. അന്യംപാറ അന്യനൊക്കെ ഇറങ്ങിയിട്ട് എത്ര വർഷമായി? അന്ത 5 കൊലയും ഞാൻ പണ്ണലേ. അച്ഛൻ അന്യനാണാ അമ്പിയാണാ റിയൽ ലൈഫില്? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ റിയൽ ലൈഫിൽ എങ്ങനെയാണ്? ഞാനായാ മതി. അതല്ല, ഒരു ക്യാരക്ടർ. അമ്പി
അമ്മ എങ്ങനെ അമ്പിയാണോ? ഞാൻ ബിന്ദുവാ. ഞാൻ ബിന്ദുവാ. ആ അതേണ്ടേ വിജയ. വിജയ് ഇതിലില്ല. ആ ഇതാണ് MGR. കമലഹാസൻ. ഇത് രജനീകാന്ത്. വിജയകാന്തനല്ല, അത് 2 രജനീകാന്താ. ഓ ചാമാറി കണ്ണൂടെ, അത് 2 രജനീകാന്ത്. വിജയകാന്തനെന്ന് അന്തരം വിജയും രജനീകാന്തോട് ഒന്നിച്ചാ. ശിവാജി ഏതാ താഴെ ഇരിക്കണം? കമലഹാസൻ തോട്ടെ, കമലഹാസൻ തേരിക്കണം. ഓ ഇവര് രണ്ടാമത് പെയിന്റ് ചെയ്തല്ലേ, സൂപ്പർ സ്റ്റാറുകളല്ല. ഓ ദൈവമേ, ഇവിടുത്തെ ലൊക്കേഷൻ അടിപൊളിയാണേ. നോക്കി ചുറ്റും പാടം. സെറ്റ്. ഇതിനകത്ത് ഏറ്റവും വലിയ പടം രജനീകാന്തിൻ്റെതാ. ആ ദേണ്ട ഇവിടെ ഉണ്ട് ഒരു പടം, നിക്കുന്ന MGR. ഇഷ്ടപ്പെട്ടോ? നിൽക്കാൻ വയ്യ. പക്ഷെ ഇതിപ്പോഴും സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവര് വർഷാവർഷം വന്ന് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി ഇടും കേട്ടാ. പക്ഷെ നല്ല പാടല്ലേ ഈ പാറയിലൊക്കെ ഇങ്ങനെ വരച്ചു വെക്കാൻ. പിന്നെ ഈ വരപ്പെന്ന് പറയുന്ന ഒരു ടാലന്റാ ഇല്ലേ? കൊച്ചുന്നല്ലേ പേര് അവന്റെ? ശിലേ. ഓഹ് നമ്മളൊക്കെ ഒരു പേപ്പർ കിട്ടിയ വരയ്ക്കാൻ പാടാണ്. അപ്പോഴാണ് ഇത്രയും വലിയ പാറയിലൊക്കെ ഇങ്ങനെ വരച്ചേക്കണം. ടാലന്റ്. ഓക്കെ ഗൈസ്, നമ്മൾ സൺഫ്ലവർ ഗാർഡനിലോട്ട് ഇറങ്ങും കേട്ടോ. പക്ഷെ ഒരു പൊത്ത കാട് പോലെ ഇരിക്കുന്നു അല്ലേ? ചെറിയ പൂന്തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ, കുറച്ചേ ഉള്ളൂ. അങ്ങനെ വലിയ പൂന്തോട്ടമൊന്നുമല്ല. വീഡിയോയില് ഗുണ്ടൽപേട്ടായിരുന്നു, അത് അങ്ങ് ദൂരെയാ. ആ ഇവിടെ ചിന്ന പാടം കേട്ടോ, ഇത് വലിയ പാടമൊന്നുമല്ല. നമ്മുടെ മലയാളികൾ തന്നെ കൂടുതൽ പൂ കാണാൻ വന്നതാണ് കേട്ടോ ഇവരൊക്കെ എല്ലാവരും. ദ ഫണ്ണി പാർട്ടീസ്. ഭയങ്കര വെയില്, എങ്ങനെ ഇറങ്ങും? അപ്പം അവരും അതായിരിക്കും പറഞ്ഞ. ഓ നമുക്കാണ് മലയാളികൾ തന്നെ പൂവാണ് പറയണത്. അമ്മ കൈ നോക്കാൻ പിടിച്ച്. ഇതന്നെ ഇത് കോട്ടയാ? വേണ്ട, ഇത് പാത്തിട്ട് വരാം. പാത്തിട്ട് വന്നിട്ട് വീണ്ടും പാക്കലാം. ഭയങ്കര കാറ്റ്. മൂന്ന് പേര് എവ്വളോ? 75. ഇങ്ക ഇത് ഇവളോ മട്ടും താനാ അപ്പു? ഒരു ഏക്കർ തെങ്ങിൽ ക്യൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് പേ ചെയ്യണം. 3 പേർക്ക് 75 രൂപ. പോയി പാത്തിട്ട് വരലാം. ഇങ്ങതാ വരുത്. എൻ്റെ അമ്മൂ, ഒരു 300 വട്ടം സൊള്ളി കൂടെ വരുന്ന ചേച്ചി. തിരുമ്പി വരാം. ദൈവമേ. ആ ദേട്ടറേ, ഡേ സൂര്യാന്തിയുടെ ഡേ എടേ കരിഞ്ഞടേ. ഇത് സൂര്യാന്തിയാടാ. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനം എടുക്കുന്നത് അരി. കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ രസമുണ്ട്. തണ്ണിയാ പൂ പെറുക്കാ. ഓ നല്ല ഭംഗി കേട്ടോ. വേണ്ടച്ചാ തേനീച്ചയൊക്കെ ഉണ്ട്. സോ അത് പോയി. ചേച്ചി നമ്മുടെ കൂടെ വരുവാണ് കേട്ടോ. ഇന്ന് വട്ടി വേടിപ്പിച്ചിട്ടേ അടങ്ങും. നാമ എന്നെ சொல்றது. ഇത് നീങ്ങളെ செஞ்சதா? விலைக்கு வாங்குவோம். ஆமா, வாங்கி நாங்க விற்போம். எவ்வளோ இது? எவ்வளோ? நாங்க வாங்குறது 70 ரூபாய்க்கு வாங்குவோம். 70 രൂപയ്ക്കാ? ஆமா, 150 ரூபாய்க்கு விற்போம். 70 രൂപയ്ക്ക് മേടിച്ചിട്ട് 150 രൂപയ്ക്ക് വിൽക്കുവോ? ചേച്ചി നമ്മുടെ കൂടെ വരുവാണ് കേട്ടാ. ഇല്ല വേണ്ട വേണ്ട, ചേച്ചി കൈ നോക്കും വട്ടിയും വിൽക്കുമല്ലേ? രണ്ടും. എന്നാലേ കിട്ടൂ, ഇത് കിട്ടത്തുള്ളൂ. എടാ ഇവരൊരു സ്വൈര്യല്ലടാ. നാമ ദൈവമേ, ഇതിപ്പോ എന്തൊരു ചെയ്യുമെന്തോ. ഇവര് മാഞ്ഞു പോണില്ല കേട്ടാ. ഇവര് കൂടെ വരുവാണ്. വാ
കുറച്ച് സൂര്യകാന്തി വേണേ തിന്നോ, ടേസ്റ്റ് കൂടെ നോക്കാലോ. അമ്മ അഭിനയിക്കുന്നത്. ഓ വാ വാ വാ, സ്ലോ മോഷനിൽ പോട്ടോ. നല്ല ടേസ്റ്റ്. ഓ ഇങ്ങനെ പൂത്ത് നിക്കണാണ് നല്ല ഭംഗി കേട്ടോ. ഇങ്ങനെ നോക്കിയാലേ ആ ഭംഗി അറിയുള്ളൂ. കട്ട വെയിൽ കേട്ടാ. ഓ വല്ല സൂര്യകാന്തി തോട്ടത്തിലാണ് ജോലി കിട്ടിയാൽ തീർന്ന്. വെയിൽ കൊണ്ട് കരിഞ്ഞ് പൊരിയും. ഇതൊരു വെയിലടേ. ഇവിടെ ഭയങ്കര വെയിൽ കേട്ടാ. ഒരു കാരണവശാലും ഉച്ച സമയത്തൊന്നും വരില്ലേ. ഇവിടെ ഒരു 4 മണി 5 മണി സമയത്ത് എത്തണം കേട്ടാ. ആ സമയത്ത് വന്നാലേ രസം കാണത്തുള്ളൂ കാണാൻ. പിന്നെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാറ്റടിക്കുന്ന തെക്കോട്ടാണ്, അതുകൊണ്ട് സൂര്യകാന്തി എല്ലാം കൂടെ തെക്കോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുവാണ്. അതായത് കുമ്പിട്ട് സൂര്യ അവിടെ, സൂര്യകാന്തി അങ്ങോട്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഫേസിൽ നേരെ വെട്ടം കിട്ടത്തില്ല ഫോട്ടോ എടുക്കാൻ. അതാണ് ഒരു പ്രശ്നം ഇല്ലേ. പിന്നെ പൂവൊക്കെ നല്ല ഭംഗിയുണ്ട്, ചിലതൊക്കെ വാടി പോയിട്ടോ. ഇതൊക്കെ വാടിയതാ. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയുണ്ട്. അമ്മോ അതുകൊണ്ട് ഇതൊക്കെ പൊട്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, അടുത്തിട്ട് വന്നേ. അതുകൊണ്ട് ഇതൊക്കെ നല്ല വിരിഞ്ഞ് സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷേ ഇതേ അത്തത്തിന് വെച്ചിട്ട് സെൻറ്റർ വയ്ക്കുക സൂപ്പർ ആയിരിക്കും അല്ലേ. ഇല്ലേ ചാ, ഇനി വന്നാണോ ചേ? എങ്ങനെയുണ്ട് ഇത്? ഇത് അടിപൊളിയല്ലേ, കൊള്ളാം. ഇതേ ഇനി ഇത് ഉണങ്ങണം. അതുകൊണ്ട് അതേ കണക്ക് മുട്ട ഇത് വിരിഞ്ഞ് മുട്ടായി ഇതിൻ്റെ ഇത് എടുക്കണം. ഏതാ ഇത്? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഉള്ളി ഇരിക്കുന്ന ഈ സാധനമാണ് എടുത്തിട്ട് എണ്ണയാക്കുന്നത്. ഈ സൺഫ്ലവർ അല്ലാതെ നമ്മൾ അത്തത്തിലൊന്നും ഇടൂലല്ലേ. ഇത് അതൊക്കെ ആരെ പൊടിച്ചോണ്ട് പോയാതോ? ആരെയൊക്കെ മണ്ടയൊക്കെ നേണ്ട പൊടിച്ചോണ്ടൊക്കെ പോയി കേട്ടാ. അത് വിത്തെടുത്തയാ. ഇത് വിത്തെടുത്തയാ കണ്ട. അമ്മ തന്നെ ആ മുന്താണി അങ്ങോട്ട് മാറ്റിയാണ്. ഇതിപ്പോ എടുത്തതാ കേട്ടാ. കറ വരുന്നത് ഇതിന്ന്. ധാര വിത്തൊക്കെ എടുത്ത കേട്ടാ. അല്ല, ഇവിടെ മലയാളികളെ ഉള്ളു ഇത് കാണാനായിട്ട് വരുന്നത്. അപ്പം അതാണ് കേട്ടോ സൺഫ്ലവർ. ഞാൻ പറഞ്ഞല്ലോ ഒരു 4-5 മണിയാകുമ്പോഴത്തേന് വരുക. അപ്പോൾ നമുക്ക് കുറേ നേരം നിന്ന് ആസ്വദിക്കാം. ഇപ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു മൂഡില്ല. അല്ല അതുപോലെ വെയിൽ ഇങ്ങോട്ടായതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പാട് വെട്ടമില്ലടെ. എന്നാലും സമയം ഇപ്പോൾ വേണ്ട 3 മണിയായി ഇല്ലേ ചാ? 3 മണിയായി കേട്ടാ. എന്നാലും കൊട്ട വെയിൽ സഹിക്കാൻ വയ്യ കേട്ടോ. നിൽക്കാൻ പോലും പറ്റണില്ല. എന്തിനു പറഞ്ഞാലേ യുവന്മാരെ ബസ് ഒന്നും കാണാൻ ഒരു ഭംഗിയില്ല. നമ്മുടെ KSRTC എന്ന് പറയുമ്പോ ഒരു ഐശ്വര്യം ഉണ്ട്, ഒരു ആന ഐശ്വര്യം അല്ലേ. അത് യുവന്മാര് നമ്മുടെ ബസ് കാണുമ്പോ യുവന്മാര് ഇതായിരിക്കും പറയുന്നല്ലേ. അല്ലേ, എനിക്ക് സത്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെ വീഡിയോകൾ എനിക്ക് ഇഷ്ടമല്ല, ഇവരെ വണ്ടികൾ എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ വണ്ടികളും നമ്മുടെ വീടുകളാണ് ഏറ്റവും സൂപ്പർ. പാട്ടിട്ട് ചോദിക്കാം. പാട്ടി ഇങ്ക ഈ സൂര്യകാന്തി പൂത്ത് കിടക്കുന്ന പോടലേ? ശരി, ഇങ്ക ഇല്ലേ? അപ്പം ഇല്ലേ? ഇങ്ക ഇല്ലെന്ന് പാട്ടി പറഞ്ഞു. ഇങ്ക ഇല്ലെന്ന് കേട്ടോ. ഒരു ബസ്സല്ലേ നമ്മുടെ നേരെ വരുന്നത് കണ്ട. 3 ഇൻഡിക്കേറ്റർ കിട്ടേക്കുന്നത്. ആ ദേണ്ട സൂര്യകാന്തി. അത് സൂര്യകാന്തിയാണ്. പക്ഷെ അത് പൂത്ത് വരുന്നതേ ഉള്ളടേ, വായിലടേ. ഇവിടെ സവാള കൊച്ചുള്ളിയൊക്കെ ദേ കിടക്കണ. ഇഷ്ടം പോലെ സവാളയും കൊച്ചുള്ളി വേണ്ട. സവാള ഫുള്ള് സവാളയും കൊച്ചുള്ളിയും കേട്ടോ. അവർ ചാക്കായിട്ട് കൊടുക്കത്തുള്ളൂ. മാർക്കറ്റിൽ പോവാ ഫുൾ കൃഷി സംഭവം തന്നെ. ഈ ഏരിയ കൊള്ളാൻ കേട്ടോ. നല്ല കൃഷിയുണ്ട്. നല്ല കൃഷിയും വാഴത്തോട്ടം. ഇതൊക്കെ സൂര്യകാന്തിയാ. പിടിച്ചു വരുന്നേ സമയമായില്ല. മുളവ്. വേറൊരു കാര്യം എന്ന് വെച്ചാലേ ഇവരെ സമ്മതിക്കണോ വെച്ചാ, വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല.
വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുവാണ്. എന്നിട്ട് ഇവര് കൃഷി ഇത്ര ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ആ വെള്ളമില്ല, നോക്ക് വെള്ളമില്ല, വെള്ളം സംഭവമൊന്നുമില്ല. പക്ഷെ ഇവര് വെള്ളമൊക്കെ എത്തിച്ച് ഇവിടെ ഈ കൃഷി നടത്തുന്നില്ലേ, അതൊരു വലിയ കാര്യമാണ്. അതെന്തോരാണ് നോക്കി, ചുറ്റും എന്തൊക്കെയൊക്കെയോ നട്ടു വെച്ചേക്കോ കേട്ടോ. എല്ലാം ഉള്ളി, കിഴങ്ങ്, മുളക്, നല്ല ആടുകളൊക്കെ നോക്കിയേ, എന്തോരം ആട്ടുകുട്ടികളാ. അത് തണലത്ത് നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഈ സൈഡിലോട്ടൊന്ന് നിൽക്കണേ വെച്ചാ, ഇന്ത പക്കം ഒന്ന് നിന്നേ. ഇത് എന്നെ എന്നെ തെരിയലായി ഇങ്ങനെ ഇരിക്കുന്ന കേട്ടാ. എന്തൊരു സംഭവം അറിയുമ്പോ ഇത് ചോളമൊന്നുമല്ല. ചോദിച്ചു നോക്ക്, ഇത് എന്നെ എന്ന് ചോദിച്ചു നോക്കാം കേട്ടാ. ഇത് എന്നെ മരത്തും കായ് ഇല്ലേ? അങ്ങനെ വയ്യണ്ട. അതെ ചോളമാ, ചോളം തന്നെ. അത് അങ്ങനെ ഇങ്ങനെയാണോ ചോളം? வேற ஷேப் இருக்கு. சோளம் இப்படி தானே இருக்குது. இப்படி தான் இருக்கும். இது வந்து நாட்டு சோளம். உங்களோட கம்பெனி சோளங்க இவ்வளவு நடுவா. அத நம்ம எடுக்கிறது கம்பெனி சோளம். கம்பெனி சோளம் அது வந்து ஆவாது. இது வந்து நாட்டு சோளம். நாட்டு சோளம். இது வந்து பூஸ்ட், ஹார்லிக்ஸ், செல்லா அது இதுன்னு அந்த பெரிய கம்பெனிகளுக்கு எடுப்பாங்க. ഓക്കേ ഓക്കേ ഓക്കേ. മറ്റേ നമ്മളവിടെ വരുന്നില്ല, അവിടെ ഇങ്ങനെയുള്ള നട്ടാണ് ഉള്ളത്. നമ്മൾ പുഴുങ്ങി തിന്നാൻ ഉപയോഗിക്കുന്നത് ആ ചോളം അല്ല. ഉള്ളി മേടിച്ചേട്ടാ. എത്ര രൂപ എടുത്തമ്മ? 100 രൂപ. ഇവിടെ 100 രൂപയ്ക്ക് വൻ ലാഭോടെ. അച്ഛൻ എന്നിട്ട് പറഞ്ഞ് ലാഭമല്ലോ ഒന്ന്. പിന്നെ അച്ഛൻ ചുമ്മാ നമ്മള് വണ്ടി കയറാൻ വന്ന അമ്മ പോയി മേടിച്ചാണ്. പിന്നെ അതും വലിയ ഉള്ളിയാണ്, നല്ല ഉണങ്ങിയ അടിപൊളി ഉള്ളി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി തിരിച്ചു പോവാം. ലെറ്റ്സ് ഗോ. ഇപ്രാവശ്യം ഏമാത്തില്ലേട്ടാ, അത് ഞാൻ ഇറങ്ങാത്തോണ്ടാണ് ഏമാത്തിൽ കിട്ടാ. ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നു. ഉടുപ്പിലെല്ലാം മഞ്ഞയല്ലേ? എന്റെ ഉടുപ്പിലെല്ലാം മഞ്ഞ, സൂര്യാന്തിയുടെ എന്റെ ഷർട്ടില് മൊത്തം പൂമ്പൊടിയാടെ. മതിയാ? സന്തോഷമായ? സന്തോഷമായി. പോവാം. കുക്കുംബർ സോഡ അന്ന് അടുത്ത് ശരിയായില്ലായിരുന്നു. കുക്കുംബർ സോഡ ഉണ്ടാക്കും കേട്ടോ. വീണ്ടും അന്ന് വെച്ചത് കൊള്ളത്തില്ലായിരുന്നു, അപ്പൊ വീണ്ടും വെച്ചിട്ട് കൊള്ളാതാക്കാൻ പോവാണ്. അന്ന് കുരുവിന്റെ ഒന്നും അല്ലായിരുന്നു തോന്നുന്നു. ഇത് ലാസ്റ്റ് ട്രൈയാ. ഇതും കൂടെ ഫ്ലോപ്പ് ആയ ഇനി മേലെ ഇത് ഉണ്ടാക്കില്ലേ. അന്നുണ്ടാക്കിയത് കുരു കണ്ടിട്ട് കയ്പായിരുന്നു. ഇത് വെള്ളരിക്ക വെച്ച് തിന്നു നോക്കണം. കുക്കുംബർ കണ്ടിച്ചിടാം. പച്ചവളം ഉണ്ട്, പച്ചവളം ഉണ്ടായിരുന്നു, ഇഞ്ചി, പിന്നെ ഇഞ്ചി, പഞ്ചസാര, ഉപ്പും പഞ്ചാര ഇട്ട്. പച്ച കളറി ഇരിക്കുന്നു. ഇത്രേ ഉള്ളു കേട്ടാ ചാറ്, കുറവാണല്ലേ? അതിനകത്ത് മറ്റേ സോഡ വരുമ്പോ ശരിയാവും. ഇതിനകത്തൊക്കെ സോഡ കഴിക്കുമല്ലേ? സോഡ കഴിക്കും. ഇനി സോഡയും കൂടെ പൊട്ടി ചോദിച്ചാ സംഭവം സെറ്റ്. മൊത്തം തെറിച്ച്. എടുക്ക്, നിങ്ങളുണ്ട് ആദ്യം കൂടി എക്സ്പ്രഷൻ നോക്കട്ടെ. അമ്മയെ ജെനുവിൻ ആയിട്ടുള്ളത് ഇടൂ. കൊള്ളാം കൊള്ളാം കൊള്ളാവോ? ഇത് കൊള്ളാം. അന്നത്തെ കൊള്ളത്തില്ല, പക്ഷെ ഇത് കൊള്ളാം. കുടിച്ചു. ഇത് കൊള്ളാം, ഇത് സെറ്റായി. സൂപ്പർ സൂപ്പർ. ഇത് സെറ്റ്, അടിപൊളി, ഇത് സൂപ്പർ. കൊള്ളാം. എല്ലാരും try ചെയ്ത് നോക്ക്. ഇത് കൊള്ളാം. വെൽ ഡൺ, വെൽ ഡൺ. കൊള്ളാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? സൺഫ്ലവർ ഓയിൽ കൊള്ളായിരുന്നു. കൊള്ളായിരുന്ന? പ്രശ്നമേ ഉള്ളൂ. അതാണ് നമ്മള് പോയ സമയം. ഏതെങ്കിലും ഒന്ന് ഇതാക്കിയുണ്ട്, ഒന്നെങ്കിൽ ബിരിയാണി കിട്ടൂലായിരുന്നു, അല്ലെങ്കിൽ പിന്നെ വൈകിട്ടത്തെ കോയിൻ പൊറോട്ട കഴിച്ചിട്ട് വരാനേ പോയി. പിന്നെ അന്യംപാറയിൽ പോയി. അന്യംപാറ കൊള്ളാം. അവിടെ എനിക്കൊന്ന് വർഷം അവർ പെയിന്റ് അടിച്ച് സൂക്ഷിക്കുന്നൊന്നുമില്ലേ ആൾക്കാർ കാണാൻ വേണ്ടിട്ട്. പക്ഷെ അവിടെ ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് പോയി കണ്ടിട്ട് അല്ല ഈ സൂര്യാന്തി കാണാൻ പോകുന്നവര് ഇതുവഴി പോകുന്നതാണ് നല്ലത്. ഏകദേശം അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ബൈ.